ഹായ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാനും അമ്മയായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് ഒരു കപ്പക്കറി, അതായത് കിഴങ്ങ്, നമ്മുടെ വീട്ടിലെ കിഴങ്ങ് കറി എന്ന് പറയും. തിരുവനന്തപുരം ഭാഗത്തൊക്കെ കിഴങ്ങ് കറി എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പുഴുക്കാണെന്നും അങ്ങനെയല്ല, നമ്മളിത് കറിയാണ്. നമ്മൾ സാധാരണ ചോറിൻ്റെ ഒക്കെ ഇവിടെ വെച്ച് കഴിക്കുന്ന രീതിയാണ്. അതിനെ അമ്മ ആദ്യം കഴുകി തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതൊരു പ്രാക്ടീസുള്ള പരിപാടിയാണ്. പണ്ടുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് പറ്റും, ഇപ്പോൾ ഉള്ളവർക്ക് പറ്റും. എന്നാൽ വെച്ച് ഒരുപാട് പേർക്കത് അറിയത്തില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കിഴങ്ങുകൊണ്ട് അങ്ങനെ വച്ച് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. ഇത് 3 വെള്ളം കഴുകി, ഇപ്പോൾ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. 3 വെള്ളം കഴുകി കളയണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അടുപ്പിനകത്ത് വെച്ച് തിളച്ചിട്ടുണ്ട്. തിളച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഒരു അരപ്പ് ഇതിനകത്ത് ഇടണം. ഇത് സിമ്പിൾ, നമ്മുടെ സാധാ ചെയ്യുന്നതല്ല. പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ, തേങ്ങ, കറിവേപ്പില എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് അത് കിഴങ്ങിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും സിമ്പിളായിട്ട് ഇത് കറിയാണ് ഉണ്ടാക്കിയത്. ഇത് അറിയാവുന്നവർ ഉണ്ടാക്കണ്ട, കണ്ടിട്ടില്ലാത്തവരും ഒന്ന് ചെയ്ത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. സ്ഥിരമായിട്ട് കഴിക്കണവർക്ക് അതൊരു ഇതല്ല, നമ്മുടെ നാട്ടിലെ രീതിയാണ്. ഇത് അച്ഛൻ കഴിച്ച് നോക്കുന്നതാണില്ലേ, ചോക്കെ പറഞ്ഞ് സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.